ചിണ്ട എന്തോ ഇന്നേ ഒരു വളരെ ദുഃഖകരമായ ഒരു വാർത്തയുണ്ടായി. എന്തോ വാർത്ത? അതായത് ഒരു അമ്മ സ്വന്തം മകളെ പുഴയിൽ എറിഞ്ഞു കൊന്നു. അയ്യോ, ആരാണ് പറഞ്ഞേ? അമ്മ സ്വന്തം കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു കൊന്നെങ്കിലേ അമ്മ എന്ന് വേണ്ട, പെറ്റവൾ അത് മതി. പെറ്റവൾ അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. ആ കുഞ്ഞിനെ എറിഞ്ഞു കൊന്നു. കുഞ്ഞിനെ പ്രസവിക്കുന്നത് കൊണ്ട് മാത്രം അമ്മയാകില്ല. പെറ്റവളുമാര് കാരണം അമ്മ എന്ന പവിത്രമായ വാക്കിന് പോലും ഇപ്പൊ കളങ്കം സംഭവിച്ചിരിക്കുക. യഥാർത്ഥ അമ്മമാരെ കുറിച്ച് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരില്ല. ഈ അമ്മ എന്ന് പറഞ്ഞാലേ ആരാന്നറിയോ മക്കളെ? ഞാൻ പറഞ്ഞു, സൂര്യോദയത്തിന് മുന്നേ അടുക്കളയിലെ കൈലുകളോടും പാത്രങ്ങളോടൊക്കെ സംബന്ധിച്ചുകൊണ്ട് തൻ്റെ മക്കൾക്കായിട്ട് തൻ്റെ കുടുംബത്തിനായിട്ട് ഓടി നടന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ പാടുപെടുന്ന ഒരു സ്നേഹത്തിന്റെ പേരാണ് ചിണ്ട. ആരാ? അമ്മ. അമ്മ അല്ലേ? തൊടിയിലെ വാടിക്കരിഞ്ഞ ചെടികൾക്കും പൂക്കൾക്കും ചേനയ്ക്കും ചേമ്പിനും ഒക്കെ അവരുടെ ദാഹം തീർത്തുകൊണ്ട് കർഷകശ്രീ അവാർഡ് ഇതുവരെ നേടിയിട്ടില്ലാത്തൊരു സ്നേഹത്തിന്റെ പേര് കൂടിയാണ് ചിണ്ട അല്ലേ? പഴയ കാലത്ത് മക്കൾക്ക് വിളമ്പി കൊടുക്കുമ്പോഴേ മക്കളുടെ എണ്ണം കൂടുതലായിരിക്കും. ആ മക്കളിങ്ങനെ നിരന്നു വന്നിരിക്കുമ്പോൾ ആ പാത്രത്തിൽ അമ്മ നോക്കുമ്പോൾ ഭക്ഷണം തികയില്ല. അപ്പം അമ്മ ഒരു കള്ളം പറയും, എനിക്ക് വിശപ്പില്ല കേട്ടോ മക്കളെ, നിങ്ങൾക്കൊക്കെ കഴിച്ചോളൂ, ഒരു തരി വറ്റ് പോലും ബാക്കി വയ്ക്കരുതെന്ന് കള്ളം പറയുന്ന ഒരു സ്നേഹത്തിന്റെ പേര് കൂടിയാണ് അമ്മ അല്ലേ? ഉമ്മറപ്പടിയിലിരുന്നൊരു അണ്ണാൻ കുഞ്ഞിനെ കിളിക്കുഞ്ഞിനെയൊക്കെ കളിപ്പിക്കണ കണ്ടാലേ നമ്മുടെ അമ്മ അതിനെ കണ്ടാൽ പറയും, മക്കളെ അതിനെ തുറന്നു വിടടാ, അതിൻ്റെ തള്ള കണ്ടില്ലെങ്കിൽ കരഞ്ഞു പോകുന്നു നമ്മളെ പഠിപ്പിച്ച മാതൃസ്നേഹത്തിന്റെ പറുദീസയാണ് അതെ അമ്മ അല്ലേ? പഴയ കാലത്ത് നമ്മളൊക്കെ മലത്തിലും മൂത്രത്തിലും ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ അറപ്പായിരിക്കും അല്ലേ ചിന്ത? പക്ഷെ നമ്മുടെ അമ്മയ്ക്ക് മാത്രം അറപ്പുണ്ടോ? ഒരിക്കലും അറപ്പുണ്ടാവില്ല. അമ്മ വരും, പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെയല്ലേ വൃത്തിയാക്കി തരും. അപ്പൊ ഭയങ്കര സന്തോഷം നമുക്ക് അല്ലേ? ഭയങ്കര സന്തോഷം. അമ്മേനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് സന്തോഷം കൊണ്ട് ഇങ്ങനെ തുരുതുരാന്ന് അമ്മേനെ ഉമ്മ കൊടുക്കും അമ്മയ്ക്ക്. അപ്പൊ അമ്മ തിരിച്ചു നമുക്ക് നെറുകയിലൊക്കെ ഇട്ട് ഇങ്ങനെ തുരുതുരാന്ന് ഉമ്മ തരും. ഇത്ര സുരക്ഷിതമായൊരു ഉമ്മ എവിടെ കിട്ടും ചിണ്ട? പോട്ടെ, എല്ലാവർക്കും ഉണ്ടെന്നെങ്കിൽ അമ്മ എന്ന് പറയുന്ന ഒരു വികാരേ. പക്ഷെ ഇന്നത്തെ ന്യൂ ജനറേഷൻ്റെ അമ്മമാർക്ക്, പല അമ്മമാർക്കും അമ്മയുടെ മഹത്വം എന്താണെന്ന് അറിയുന്നു. അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ വരുമോ? പാവം കല്യാണിക്കുട്ടി, അവളെ ആ തോളത്തുനിന്ന് എടുത്ത് എറിഞ്ഞപ്പോൾ ആ കുട്ടിയും വിളിച്ചിട്ടുണ്ടാവും, അമ്മേ എന്നായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക അല്ലേ? പാവം, എന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ചില അമ്മമാർ, അവരൊന്നും അമ്മ എന്ന് വിളിക്കാൻ, ചിന്നം പറഞ്ഞ മാതിരി അമ്മ എന്ന് വിളിക്കാൻ യോഗ്യരല്ല. പെറ്റവൾ, അത്രയേ ഉള്ളൂ. ഇന്ന് ചില മക്കളൊക്കെ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ അന്ന് ഉമ്മ തന്ന ആ അമ്മ പ്രായമായി തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞു അല്ലേ? തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞു കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് പ്രായം ചെന്ന അമ്മമാർക്ക് ഉമ്മ കൊടുക്കണ എത്ര മക്കളുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ? വളരെ കുറവാന്നേ. ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, ഈ സമദാനി സാറിൻ്റെ പ്രസംഗത്തിലും പറയുന്നുണ്ട് അമ്മയോടുള്ള സ്നേഹം, ആരാണ് അമ്മ എന്ന്. വിശുദ്ധ ഖുർആനി പറയുന്നുണ്ട്, വാ അല്ല തഗ്ലഫുമാഫീൻ, പ്രായമായ മാതാവിനെ നീച്ചേ എന്നൊരു വാക്ക് പറഞ്ഞു പോലും ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദൈവനിന്ദയ്ക്ക് പാത്രമാവെന്ന് പറയുന്നു. മാതാപിതാ ഗുരുദൈവമെന്ന് ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട്. എന്നൊക്കെ ആരാണ് അതൊക്കെ നോക്കണേ അല്ലേ? ന്യൂ ജനറേഷനിൽപ്പെട്ട എത്ര അമ്മമാരൊക്കെ അത് വായിക്കുന്നുണ്ട്, എത്ര ആളുകളത് വായിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥങ്ങൾ സ്നേഹമെല്ലാം നൽകും, സ്നേഹമെല്ലാം പൊറുക്കും എന്ന് നമ്മളെ പഠിപ്പിച്ച മദർ തെരേസ എന്നൊരു വിശുദ്ധയായ ഒരു അമ്മയുണ്ട്. അമ്മയെക്കുറിച്ച് അവസരത്തിൽ ഒന്ന് ഓർക്കുകയാണ്. സ്നേഹിക്കട്ടെ. അമ്മയുടെ മഹത്വം മനസ്സിലാക്കുന്ന ഒരു തലമുറ വളർന്നു വരട്ടെ. നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ല, ഒരമ്മ പെറ്റതുപോലെ എല്ലാവരും എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ ചിന്തനും